ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ക്യാരറ്റ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി 3 ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതെങ്ങനെ അരിയുന്നെന്ന് കാണിക്കാം. വൃത്തിയാക്കിയ ക്യാരറ്റ് നമുക്ക് പിന്നായിട്ട് ഇത്ര നീളത്തിൽ മുറിക്കാം. വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്യും. എല്ലാ പീസും ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്യുക. ഈ ക്യാരറ്റ് നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്താൽ ഇങ്ങനെ വേണമെങ്കിൽ സ്പീഡിൽ കട്ട് ചെയ്യും. എന്നിട്ട് തിന്നായിട്ടായിരിക്കും. എല്ലാം നമുക്ക് ഇതുപോലെ അരിയാം. ക്യാരറ്റ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ക്യാരറ്റ് എല്ലാം നീളത്തിൽ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവാള അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, കടുക്, ക്രഷ്ഡ് ചുവന്ന മുളക്, ഉണക്കമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ലാസ്റ്റ് ചേർക്കണേ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും സാധനമാണ് ഈ ക്യാരറ്റ് മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കണം ഇടയ്ക്ക്. ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കും. കടായി ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഒരു സവാള അരിഞ്ഞു. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം.
ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. സമയം 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ഉണക്കമുളക് കൂടെ ചേർക്കാം. ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ക്യാരറ്റിൽ നമ്മൾ മറ്റ് എരിയൊന്നും ചേർക്കുന്നില്ല. വറ്റൽമുളകിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്തൊന്ന് ഇളക്കുക. ഇത് നമ്മളൊരു കളറിന് വേണ്ടിയാണ്. പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റാം, ലോ ഫ്ലെയിമിൽ. സമയം നമുക്ക് ക്യാരറ്റ് വെച്ച് ക്യാരറ്റ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ സമയം ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർക്കാം. നന്നായി ഇളക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെന്തോന്ന് നോക്കാം. അതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രൈ ആക്കാം. ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. എല്ലാം കൂടെ വെന്ത് സമയം ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യും. ക്യാരറ്റ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത ശേഷം ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കും. നമുക്ക് തണുക്കാനായി വെയിറ്റ് ചെയ്യാം. ക്യാരറ്റ് മെഴുക്ക് വരട്ടി റെഡി. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.
മെഴുക്കുവരട്ടി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.